ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മളിന്നിപ്പോൾ പറയാൻ പോകുന്നത് HSRP നമ്പർ പ്ലേറ്റ് എങ്ങനെ ലഭിക്കും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ്, അതാണ് HSRP. 2019 ശേഷമുള്ള എല്ലാ വണ്ടിക്കും ഈ നമ്പർ പ്ലേറ്റ് നമ്മൾ ഷോറൂമിൽ നിന്ന് ഇറക്കുമ്പോൾ തന്നെ കിട്ടാറുണ്ട്. എന്നാൽ അതിന് മുന്നോട്ടുള്ള വണ്ടികൾക്ക് ഈ നമ്പർ ബോർഡ് നമുക്ക് നിലവിൽ ഷോറൂമിൽ നിന്ന് ലഭ്യമല്ല. പക്ഷേ അതെങ്ങനെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ 2019 ശേഷമുള്ള വണ്ടിക്ക് മാത്രം അത് നിർബന്ധമായിട്ടുള്ളതെങ്കിലും കേരളം വിട്ട് പുറത്തോട്ട് പോയാൽ എല്ലാ വണ്ടിക്കും അത് നിർബന്ധമാണ്. അതില്ലാതെ നമ്മൾ കേരളത്തിന് പുറത്തോട്ട് പോയാൽ ഒരു ചെക്കിങ്ങിൽ പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മിനിമം 500 മുതൽ 5000 രൂപ വരെ നമുക്ക് ഫൈൻ കിട്ടാൻ സാധ്യതയുണ്ട്. എൻ്റെ നാനോ 2010 CX ആണ്. അപ്പോൾ ഈ വണ്ടിക്ക് ഞാൻ HSRP നമ്പർ പ്ലേറ്റ് വേണ്ട, ഇതാണ് HSRP നമ്പർ പ്ലേറ്റ്. ഇത് എങ്ങനെ കിട്ടി എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിലുണ്ട്. നമുക്ക് മേക്ക് മൈ HSRP എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്നാണ് ഈ നമ്പർ ബോർഡ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വിശദമായ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക.